CPM-ന്റെ ചരിത്രത്തിൽ ആദ്യമായി പാർട്ടി ഇന്ന് ഏക ശിലാരൂപമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പാർട്ടിയിൽ ഇന്ന് വിഭാഗീയതയുടെ അടിവേരർത്ത് പിണറായി വിജയൻ അജയ്യനായി തുടരുന്നു. 2 പതിറ്റാണ്ടോളം CPM-ൽ നിറഞ്ഞു നിന്ന VS പക്ഷം ഇന്ന് മരുന്നിന് പോലും ഇല്ലാത്ത അവസ്ഥ. 2018-ലെ സമ്മേളനത്തിൽ VS പക്ഷം പൂർണ്ണമായും ഇല്ലാതായി. ഇന്ന് VS അച്യുതാനന്ദനാണെങ്കിൽ പൂർണ്ണ വിശ്രമത്തിൽ. CPM-ലെ വിഭാഗീയതയുടെ നാൾവഴിയിൽ ആദ്യമായി 1995-ലെ കൊല്ലം സമ്മേളനത്തിൽ ഔദ്യോഗിക പാനൽ ഉൾപ്പെടെ CI2 സംസ്ഥാന സെക്രട്ടറി പത്മലോചനെ തോൽപ്പിച്ച് VS പക്ഷത്തെ P രാജേന്ദ്രൻ സംസ്ഥാന കമ്മിറ്റിയിൽ എത്തി. എന്നാൽ പിന്നീട് പത്മലോചനെ അർഹിക്കുന്ന യാതൊരു സ്ഥാനമാനങ്ങളും ലഭിച്ചില്ല. തുടർന്ന് 96-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ജയിച്ചപ്പോൾ VS തോറ്റു. ഇത് സംഭവിച്ചതും പാർട്ടിക്കുള്ളിൽ കൊടുമ്പിരിക്കൊണ്ട വിഭാഗീയതയുടെ ഫലമായിരുന്നു. 1998-ൽ പാലക്കാട് നടന്ന പാർട്ടി കോൺഗ്രസിൽ CI2 നേതാക്കളെ വെട്ടിനിരത്തി പാർട്ടിക്കുള്ളിൽ VS പക്ഷം മേൽക്കൈ നേടി. തുടർന്ന് CI2-വിന്റെ തലപ്പത്ത് VS-ന്റെ അനുയായിയായ കൊല്ലംകാരൻ PK ഗുരുദാസനെത്തി. 2005-ൽ മലപ്പുറത്ത് നടന്ന സമ്മേളനത്തിലും VS പക്ഷത്തിന്റെ സമഗ്ര ആധിപത്യം തുടർന്നു. പിന്നീട് പാലക്കാട് സമ്മേളനത്തിൽ VS അനുയായി ചടയൻ ഗോവിന്ദൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായി ചുമതലയേറ്റു. അകാലത്തിലുള്ള അദ്ദേഹത്തിന്റെ നിര്യാണത്തെ തുടർന്ന് VS-ന്റെ പിന്തുണയോടെ പിണറായി വിജയൻ ഇടക്കാല സെക്രട്ടറിയായി ചുമതലയേറ്റു. പിന്നീട് കാര്യങ്ങൾ മാറിമറിഞ്ഞു. 2001-ൽ മലമ്പുഴയിൽ നിന്ന് നിയമസഭയിലെത്തിയ VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായി. തുടർന്ന് ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം നൽകി ജനനായകനായി വളർന്ന VS പെട്ടെന്ന് പാർട്ടിക്ക് അതീതനായി മാറി. പിന്നീട് VS പിണറായി തർക്കങ്ങൾ പാർട്ടിക്കുള്ളിൽ കൊടുമ്പിരിക്കൊണ്ടു. CPM കേന്ദ്ര കമ്മിറ്റി ഇടപെട്ട് 2 പേർക്കെതിരെയും നടപടി സ്വീകരിച്ചു. ഇതെല്ലാം ജനാധിപത്യ കേരളം ധാരാളം ചർച്ച ചെയ്തു. 2002-ലെ കണ്ണൂർ സമ്മേളനത്തിൽ പിണറായി തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സെക്രട്ടറിയായി. പിന്നീട് അദ്ദേഹം പാർട്ടിക്കുള്ളിൽ കരുത്തനായി. 2005-ലെ മലപ്പുറം സമ്മേളനത്തിൽ VS പക്ഷത്തെ നിലംപരിശാക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ഒരു സമ്മേളനത്തിലും VS പക്ഷത്തിന്റെയോ മറ്റ് ഒരു പക്ഷത്തിന്റെയോ ശബ്ദം പോലും കേൾക്കാൻ സാധിച്ചില്ല. പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ പിന്നിൽ CPM എന്ന പ്രസ്ഥാനം ഒരു ഏകശിലാരൂപമായി കേരളത്തിൽ മാറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ബംഗാളിലും ത്രിപുരയിലും CPM തകർന്നടിഞ്ഞപ്പോഴും കേരളത്തിൽ CPM പിണറായിയുടെ നേതൃത്വത്തിൽ രണ്ടാമതും അധികാരത്തിൽ വന്നു. വിഭാഗീയതയുടെ തരിമ്പ് പോലും ഇല്ലാതെ പിണറായിയുടെ നേതൃത്വത്തിൽ മൂന്നാമതും സർക്കാർ രൂപീകരിക്കാനുള്ള ഊടും പാവും നെയ്യുകയാണ് CPM കൊല്ലം സമ്മേളനത്തിൽ. സാഗ്നോസ് കൊല്ലം. Ultimate entertainment destination. Watch SAG News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.